ഓണസദ്യ ഒരുക്കാൻ തയ്യാറെടുക്കുന്ന മലയാളികൾക്ക് ഇരുട്ടടിയായി പച്ചക്കറി വില കുതിച്ചുയരുന്നു. അയൽ സംസ്ഥാനങ്ങളിലുണ്ടായ കാലാവസ്ഥാ വ്യതിയാനവും ഉൽപാദനക്കുറവുമാണ് വിലക്കയറ്റത്തിന് കാരണം. സപ്ലൈകോ, ഹോർട്ടികോപ്പ് വിപണി ഇടപെടലുകളിൽ പ്രതീക്ഷയർപ്പിക്കുകയാണ് സാധാരണക്കാർ. ഓണസദ്യയ്ക്ക് പ്രധാനമായും വേണ്ട നേന്ത്രക്കൊലയ്ക്ക് കിലോയ്ക്ക് 45 രൂപയിൽ നിന്ന് ഒറ്റയടിക്ക് 85 രൂപയായി ഉയർന്നു കഴിഞ്ഞു. ക്യാരറ്റ്, ബീൻസ്, മുരിങ്ങയ്ക്ക എന്നിവ 95 മുതൽ 100 രൂപ വരെ വിലയെത്തി നിലവിൽ സെഞ്ചുറി അടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇഞ്ചിയാണെങ്കിൽ കിലോയ്ക്ക് 180 രൂപ മുതൽ 190 രൂപ വരെയായി. അക്ഷരാർത്ഥത്തിൽ തീവിലയായി മാറിയിരിക്കുന്നു. പാവയ്ക്കയ്ക്ക് 90 രൂപയിലേക്കും വെണ്ടയ്ക്കയ്ക്ക് 55 രൂപയിലേക്കും പയറിന് ചെറിയ ഉള്ളിക്കും 80 മുതൽ 90 രൂപ വരെയുള്ള നിരക്കിലേക്കും ഉയർന്നു കഴിഞ്ഞു. ചേനയ്ക്ക് കിലോ 70 രൂപ കടന്നപ്പോൾ തക്കാളിക്കും ഉള്ളിക്കും ദിവസേന വില മാറിമറിയുന്ന അവസ്ഥയാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മാത്രം കിലോയ്ക്ക് 15 മുതൽ 40 രൂപ വരെ വർദ്ധിച്ചതോടെ വിപണിയിലേക്ക് ആളുകൾ തീരെ എത്തുന്നില്ലെന്നും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കച്ചവടത്തിൽ വലിയ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നതെന്നും വ്യാപാരികൾ പറഞ്ഞു. കഴിഞ്ഞ വർഷത്തിനെ അപേക്ഷിച്ച് ഇപ്പോഴും കുറവാണ്. ഈ ആൾക്കാർ ഓരോന്ന് അത് ഇതെന്നും പറഞ്ഞ് അവിടെ കുറവ് ഇവിടെ കുറവെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്നാണ് എല്ലാ സ്ഥലത്തിലേക്ക് പോകുന്നത്. സിറ്റിക്കകത്തുള്ള കംപ്ലീറ്റ് സ്ഥലത്തേക്ക് ഈ മാർക്കറ്റിൽ നിന്നാണ് പോകുന്നത്. എത്തുന്നവർ തന്നെ വാങ്ങുന്ന സാധനങ്ങളുടെ അളവ് പകുതിയായി കുറച്ചതോടെ കച്ചവടം പൂർണ്ണമായും മന്ദഗതിയിലായി. പിന്നെ എന്നും വന്ന് ഈ കുറച്ച് ആൾക്കാർ വന്ന് പതിവായിട്ട് കടകളിൽ സാധനം എടുക്കാൻ വരുന്നവർ മാത്രമേ ഉള്ളൂ. ഈ ചില്ലറ വാങ്ങിക്കാനായിട്ട് ഒരു 100 ഗ്രാമോ അല്ലെങ്കിൽ ഒരു 1/4 കിലോ മുളകോ ഒന്നും വാങ്ങിക്കാൻ ആളില്ല. ചാലയില്ല. അവർ മറ്റേ ലുലുമാളോ അവിടെ ഇവിടെയൊക്കെയാണ് പോണത്. തിരക്കില്ല. മാർക്കറ്റിൽ ഇപ്പോൾ വരണ രാവിലെ കുറച്ച് പേര് കച്ചവടക്കാർ വാങ്ങിച്ച് അവർ ഈ വണ്ടികളിൽ കയറ്റിക്കൊണ്ട് പോകണമല്ല. പിന്നെ ഇനി ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ വായി നോക്കി ഇങ്ങനെ ഇരിക്കേണ്ട തന്നെ. ഈ സാഹചര്യത്തിൽ സപ്ലൈകോ, ഹോർട്ടികോപ്പ് ഓണച്ചന്തകൾ വഴി സബ്സിഡി നിരക്കിൽ പച്ചക്കറികൾ ലഭ്യമാക്കണമെന്നാണ് ജനങ്ങളുടെ പ്രധാന ആവശ്യം. സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ എത്രത്തോളം ഫലപ്രദമാകുന്നതിനെ ആശ്രയിച്ചിരിക്കും ഇത്തവണത്തെ മലയാളിയുടെ ഓണം. ജനം, തിരുവനന്തപുരം.